ഹായ്, ഇത് നിങ്ങളുടെ ചങ്കുപ്രോ ബീജു കൊടുത്ത് ചെറുതും. എല്ലാവർക്കും നമസ്കാരം. പുളപ്പങ്കരി നാട്ടിൽ ചെയ്യുന്ന നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമുക്ക് ഒരുപാട് സപ്പോർട്ട് വന്നു. ആ സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. അതിന് മുന്നേ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒരു പാലത്തിൻ്റെ പുറത്താണ്. ഈ പാലത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. കാരണം നിരവധി സിനിമ, സീരിയൽ, പിന്നെ മറ്റുള്ള ഒക്കെ ചെയ്ത ഒരുപാട് ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച ഒരു പാട്ട് സീൻ ഇവിടെ വെച്ചാണ് എടുത്തത്. അത് ഏത് സിനിമയിലെ പാട്ടാണെന്ന് ഞാൻ ആ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഏത് സിനിമയിലെ പാട്ടാണെന്ന്. അപ്പോൾ എൻ്റെ എല്ലാ ചങ്ങളും നേരെ പാട്ടിലോട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മളെ ലാലേട്ടൻ എന്താ ഇവിടെ തന്നെ ഈ സീറ്റിൽ ഇവിടെ ഇരുന്നാണ് ലാലേട്ടൻ അങ്ങോട്ട് തകർത്ത് പാടിയത്. അപ്പോൾ ആ പാട്ട് ഞങ്ങൾക്കൊന്ന് പാടാം. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാറ്റിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എൻ്റെ പുള്ളൂർ കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാറ്റിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എൻ്റെ പുള്ളൂർ കുടം പോലെ തേങ്ങി. ഹായ് ചെങ്കൽ. അപ്പോൾ എന്തായിരുന്നാലും ഈ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏറെക്കുറെ. കാരണം ഇവിടെ വെച്ചാണ് കിരീടം സിനിമ ഷൂട്ട് ചെയ്തത്. ആ പാട്ട് സീൻ ചെയ്തത് ഇവിടെ വെച്ചാണ്. നമ്മളെ ലാലേട്ട ഇവിടെ ഇരുന്ന് തകർത്ത് അഭിനയിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പാലം ഇപ്പോൾ അറിയപ്പെടുന്നത് കിരീടം പാലം എന്നാണ് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ കിടിലം. അപ്പോൾ ഇന്ന് ഇവിടെ വെച്ചാണ് നമ്മളിന്ന് പാചകം ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഒരു രസം. അപ്പോൾ നമ്മൾ ലാലേട്ടൻ നടന്നു പോയ വഴി കൂടി നമ്മൾ പോയി അവിടെ ഒരു ലൊക്കേഷൻ കണ്ടെത്തി അവിടെ നമ്മൾ പാചകം ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ നേരെ പാചകത്തിലേക്ക് ലാലേട്ടൻ പോയ വഴി കൂടി വാ. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാറ്റിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എൻ്റെ പുള്ളൂർ കുടം പോലെ തേങ്ങി. ഹായ് ചങ്കൾ. അപ്പോൾ ഇവനാണ് നമ്മളെ ഇന്നത്തെ ഐറ്റം. ഇവൻ്റെ പേര് വന്നിട്ട് കിനിക്കോഴി എന്ന് പറയുന്നൊരു സംഭവമാണ്. കിനിക്കോഴി വടക്കോട്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ ഇവിടെയൊക്കെ കിനിക്കോഴി എന്നാണ് പറയുന്നത്. ഇവനെ വിട്ടാൽ ഒരു 1.5 പറപ്പാണ് കേട്ടാ വെച്ച്. പിന്നെ കിട്ടൂല. തെങ്ങിലൊക്കെയാണ് ഇവൻ സാധാരണ മുട്ടയൊക്കെ ഇടുന്നത്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പോൾ ഇവനെ ഒന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് പാടുപെട്ട് അടിപൊളി ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇവനെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് മുടിയൊക്കെ ഒന്ന് പിന്നി പറക്കി എടുത്ത് ഇവനെ നല്ല വൃത്തി ഒന്ന് കുളിപ്പിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ എൻ്റെ എല്ലാ ചങ്കളും നേരെ വീഡിയോയിലോട്ട്. പൊളിയായില്ലേ? സൂപ്പറായി, അടിപൊളി. അപ്പോഴത്തെ നമ്മളെ കോഴി ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു ഈ കിനിക്കോഴിയുടെ ഐറ്റം പ്രത്യേകം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 2 കിലോയൊക്കെ അടുപ്പിച്ചതിനെ വരുള്ളൂ. അത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇറച്ചി എന്ന് പറഞ്ഞാൽ നല്ല ചെവയാണ് ഇരിക്കുന്നത്. ഇത് കാടക്കോഴിയുടെ വേറെ റേഞ്ച് സാധനം. കൊടലൊക്കെ മാറ്റി. അപ്പോൾ കുറച്ച് വെള്ളം വീത്തി നമുക്കിനി ഇവിടെ പിന്നെ 2-3 വെള്ളം കഴുകിയിട്ടുണ്ട്. എന്നാലും ഇനി ഒന്നൊരു കഴിവാണ്. ബ്ലഡ് ഭയങ്കരമാണ്. അടിപൊളി. അപ്പോൾ നമ്മൾ 2-3 വെള്ളം കഴുകിയെടുത്ത് ഇനി ചെറുതായിട്ട് ഇവനെ ഒന്ന് കീറി ഇങ്ങനെ ഇട്ടിടണേ. ചെറുതായിട്ടിനെ കീറി ഇടണേ. എങ്കിലും ഇതിൻ്റെ ഇറച്ചിക്കല് മസാല പിടിക്കുള്ളൂ. ഇതിൻ്റെ ഇറച്ചി ഇത്തിരി നല്ല കട്ടിയാണെന്നാണ് തോന്നണത്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല, വായിച്ച് കഴിച്ചിട്ടില്ല. ഇങ്ങനെ താത്തിട്ടാണ് ഈ സാധനം കഴിക്കുന്നത്. അപ്പം നല്ലൊരു നീറ്റായിട്ട് ഇവനൊന്ന് കീറി വിട്ടിടണം. ഇനി അരപ്പൊക്കെ പിടിക്കുകയുള്ളൂ.
നമ്മളെ കോഴിത ഈ പരിവായി അടുത്തിന് എന്ത് ചെയ്യാൻ പോവാ മസാല ഇടാൻ പോവാം. ചലക്കുടിക്കില്ല ചിന്നമണി ഞാൻ. എന്ത് രസമുള്ള സ്ഥലം എന്നറിയാം. നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ്. നമ്മളെ തിരുവനന്തപുരത്തെ ഭംഗി അത് ഒന്നര. നമുക്ക് നോക്ക് ഒരു പ്ലെയിനോ നോക്ക് അങ്ങോട്ട് നോക്ക്. പെട്ടെന്ന് കിട്ടണ പ്ലെയിൻ കിട്ടിയാ. എന്നെങ്കിലും ഒരു നാൾ ഈ പ്ലെയിനിൽ നമ്മൾ കയറും. എന്ത് വാച്ചി കയറിയിരിക്കും അല്ലേ? നമ്മൾ എത്രത്തോളം നമ്മൾ പിന്നെ ലക്ഷ്യത്തേക്ക് എത്തുമോ ഭാവിച്ച് അതിന് ഒരുപാട് പാടുണ്ട്. പക്ഷേ നമ്മൾ ആ പ്ലെയിനിൽ കയറും. എന്താ ഭാവിച്ച് എന്തെങ്കിലും ഒരാൾ നമ്മൾ കയറും. അപ്പോൾ ശരി, നമ്മൾ പാചകത്തിൽ കിടക്കുകയാണ്. ആദ്യം ഭാവിച്ച് ഇടാനുള്ളത് കുറച്ച് മുളക് പൊടി മുളക് പൊടി ആ ഉപ്പിൻ്റെ അടുത്തിരിപ്പുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് മുളക് പൊടി എല്ലാം കാറ്റടിച്ച് സീനായി. പിന്നെ അതിന് മുമ്പേ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ അടുത്ത ഭാഷ ഇടേണ്ടത് വാച്ചിൻ്റെ കയ്യിൽ സാധനമായിപ്പോയി അല്ലേ? അപ്പോൾ ഞാൻ ഇത്ര ഒന്ന് കുഴച്ച് തരാം. പിന്നെ നമ്മളെ മസാലപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യം കുരുമുളക്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മതി. ആവശ്യത്തിന് ഉപ്പ്. അടുത്തിന് നമുക്ക് നാരങ്ങ ഒഴിച്ചെടുക്കാമേ. ചാറ് കാണാൻ കൊതി കയറും. വാ, അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയണം. ഇതിൻ്റെ ഒരു നേരം കൂടി ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് അങ്ങോട്ട് അതിൽ പിന്നെ എല്ലാം കൂടി വെച്ചിട്ടൊന്നൊരു കുഴയ്ക്കാം. ഒരു 5 തുള്ളി വെള്ളം ചെയ്ത് 5 തുള്ളി കുടിപ്പി. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊന്ന് അരപ്പ് തേച്ച് പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇവനൊന്ന് നല്ല വൃത്തിയൊന്ന് അരപ്പൊക്കെ തേച്ച് ഒരു 1/2 മണിക്കൂർ ഇരുന്നാലേ ഇത് അതിൻ്റെ അകത്ത് ഈ നമ്മുടെ ഈ അരപ്പുകളെല്ലാം പിടിച്ച് നല്ല സെറ്റാവുള്ളൂ. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ തേച്ച് വെച്ചിട്ട് നമ്മൾ അടുപ്പൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുമ്പോൾ ഇതൊക്കെ നല്ല പിടിച്ച് എൻ്റെ പൊന്നു സൈഡിലോട്ടൊക്കെ അങ്ങോട്ട് തേച്ച് കിടണം. അപ്പോൾ ഒക്കെ തേച്ച് ഇവനെ ഈ പരുവാക്കി എടുത്തിട്ടുണ്ട് അതേ. അപ്പോൾ ഇനി ഇവ ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ട്. ആ സമയം കൊണ്ട് നമ്മൾ അടുപ്പെന്ന് പറഞ്ഞാൽ 1 സെറ്റപ്പാണ് നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്ത് കാഴ്ച. അപ്പോൾ നമുക്ക് കരി അടിപൊളി കരിയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനൊക്കെ പോരത്ത് പറക്കി നമ്മളെ കുഴിയൊക്കെ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇതേപോലത്തെ ഒരു അടുപ്പ് ഇന്ന് വരെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് നല്ല സൂപ്പർ. അപ്പോൾ കരിയൊക്കെ എല്ലാം വളയൊക്കെ വെച്ച് ഭയങ്കര രസമുള്ളൊരു പരിപാടിയില്ല വായിച്ച്. അപ്പോൾ നമ്മുടെ അടുപ്പ് അതാകത്തി നമ്മളത് കോഴി അരപ്പൊക്കെ പുരട്ടി അടിപൊളി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭാവിച്ചു ഞങ്ങൾ പോയി അങ്ങനെ അടിപൊളിയിട്ട് ഐശ്വര്യമായിട്ട് വെച്ചിട്ട് അടിപൊളി. അപ്പോൾ ചങ്കട നമ്മളതാ കോഴി ഏകദേശം നല്ല ചൂടായി. നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ഇങ്ങനെ തേച്ച് തേക്കാണ്ട ഇങ്ങനെ വീത്തി കൊടുത്താലും മതി. അപ്പം ചങ്കടതാക്കി നമ്മളതാ കിടന്ന് ആർഡർ കണ്ട മുഴുവനോടെ വെച്ച കോഴി പിഞ്ച് വന്ന് അത്രമാത്രം നല്ല ചുട്ടെടുത്തിട്ടുണ്ട്. എന്നാലൊരു 10 മിനിറ്റ് കൂടി ഒന്ന് ചുട്ടെടുക്കാം. ഹായ് ചെങ്ങൾ. അപ്പോൾ എന്തായിരുന്നാലും നമ്മളെ കിനിക്കോഴി ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇത്രയും നല്ല പ്രകൃതി ഭംഗിയുള്ള ഈ കൊച്ചു വയലിൻ്റെ കരയിലിരുന്ന് ഇതൊക്കെ കംപ്ലീറ്റ് വയലാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന മുമ്പേ ഒരു നാരങ്ങ ഇങ്ങനെ എങ്ങോട്ട് എടുക്കണം. ഇങ്ങനെ പിഴിഞ്ഞത് ഇതിലോട്ട് അങ്ങ് വീതണം. ഇങ്ങനെ ആ കുരു കുഴപ്പമില്ല കുരു ഒന്നും കുഴപ്പമില്ല. നാരങ്ങ അത്യാവശ്യം നല്ല വലിയ നാരങ്ങയാണ്. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വീത്തി ഒരു രക്ഷയില്ല. കഴിക്കാൻ മുന്നേ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞ് ചേട്ടാ നമ്മളെ ക്യാമറമാനെയും കൂടി ഫ്രണ്ടിലിരുത്തി ഒന്ന് കഴിപ്പിക്കണോ, അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്ത് കൂടി ചേർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മൂത്ത മോളാണ് ക്യാമറ എടുക്കുന്നത്. അപ്പോഴെന്തായിരുന്നാലും കൊതി വന്നിരിക്കാൻ വയ്യ. അപ്പോൾ എന്തായിരുന്നാലും നമ്മൂസ് തന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് നമ്മൂസാണ്. അപ്പോൾ ലസിയെ നേരെ വിളിച്ച് ഫ്രണ്ടിലോട്ട് ഇരുത്തി ലസി തന്നെ ടേസ്റ്റ് അങ്ങോട്ട്. അപ്പോൾ ഞാൻ എണീക്കാം. എന്താ വെച്ച് അപ്പോൾ നമ്മളതാ നമ്മൂസ് ഒരു കഷ്ണം എടുത്ത്
എങ്ങനെയുണ്ട് തോമസ്? കൊള്ളാലോ, സൂപ്പർ. എങ്ങനെ മസാല കൂട്ടൊക്കെ എല്ലാം പിടിച്ചിട്ടുണ്ടോ? അടിപൊളി. ഓ പൊളി. അപ്പോൾ എന്തായിരുന്നാലും നമ്മൂസും കഴിച്ചു. അപ്പം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതൊക്കെ നല്ല രീതിയിൽ ഇത് എല്ലൊക്കെ ഇങ്ങനെ വേണ്ട അത്രയും നമ്മൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറല്ല, 3/4 മണിക്കൂർ പുറത്ത് നമ്മൾ നല്ല തീയിട്ട് വേവിച്ച്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലായിരിക്കും. ഇതാ ഇങ്ങനെ പിഞ്ച് വരണം വേണ്ട. ഓ കാലൊക്കെ ഇതാ ഇങ്ങനെ എടുത്ത് ഇതാ. അപ്പോൾ ഞാനും കഴിച്ച് നോക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. എന്താ വെച്ച് പൂ പോലെ. കാരണം എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു, കാരണം ഈ ഇറച്ചി നല്ല കട്ടിയായിരിക്കുമോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ നല്ല മെയിൻ ഇളവാണ്. ഓ എല്ലൊക്കെ പഞ്ഞി പോലെ പറഞ്ഞു, പഞ്ഞി പോലെ. ഭയങ്കര ടേഷൻ. കിനിക്കോഴി ഇത്രയും ടേഷെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇതിലോട്ട് അല്പം നാരങ്ങയും കൂടി ഇതാ ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞ് വീതി. എൻ്റെ പൊന്നോ പറഞ്ഞറിയാൻ പോയി. അതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഹായ് ചെങ്കൽ. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ പാചകം നമ്മൾ അടിച്ച് പൊളിച്ചു. കിനിക്കോഴി കിടുക്കി, ഒരു രക്ഷയിലെ കിടുക്കാച്ചി സാധനമായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും നമ്മളിതാ പിരിയാൻ പോവുകയാണ്. അതിന് മുൻപേ നമ്മളെ ചാനൽ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ നമ്മളൊരു കുഞ്ഞുമൽ, ഈ കുഞ്ഞു മുതൽ വലിയ ഉള്ള ആൾക്കാർക്ക് വരെ നമ്മളെ ചാനലിൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിലും ഭയങ്കരമായ സന്തോഷം. അതിലൊരു കുഞ്ഞുമാൻ നമുക്ക് നമ്മളോട് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലേ വാച്ചി? അപ്പോൾ പേരൊന്ന് പറഞ്ഞിട്ട്. മുന്നേ എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര്, പിന്നെ സ്കൂളിലൊക്കെ വിളിക്കുന്ന പേരാണ് ബാദുർഷ. ആദർശ. അപ്പോൾ എന്തായിരുന്നാലും പൊളപ്പം കറി നാമിലേക്ക് നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ പേരിലുള്ള വലിയൊരു ഹായ് മോന് പറയുകയാണ്. അപ്പോൾ അതേ ഒരുപാട് സന്തോഷം ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് നമ്മളോടൊക്കെ ഇങ്ങനെ ഹായ് പറയാമെന്നൊക്കെ പറയുന്നത് നമുക്കിതിനും വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടാനൊന്നുമില്ല. അപ്പോൾ എന്തായിരുന്നാലും നമ്മളിതാ വീഡിയോ ഒക്കെ നിർത്തുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും വലിയൊരു വ്യത്യാസം കിട്ടുക്കാച്ചി വീഡിയോയുമായി, പുതുമയുള്ള ഒരു വീഡിയോയുമായി ഞാനും കൂടെ ചെറുതും വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ ചാനലുകൾക്കും ഗുഡ് ബൈ.